പഴുതടച്ച ഒരു നീക്കമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായി മൂന്നാമത്തെ പരാതിയിൽ പോലീസ് എടുത്തത്. ഡിവൈഎസ്പി എൻ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘം രാഹുൽ മാങ്കൂട്ടത്തിലിനെ KPM ഹോട്ടലിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. പാലക്കാട് SP-യുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ നടപടി. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത കേസിലാണ് രാഹുൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അതിനാടകീയമായാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മൂന്നാമത്തെ ലൈംഗിക പീഡന കേസിൽ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത്. രാത്രി 12:30-യോടെ സ്റ്റാഫുകൾ പോയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പാലക്കാട് KPM ഹോട്ടലിലെ റൂം നമ്പർ 2002-ൽ നിന്ന് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തു. മുൻകരുതലിന്റെ ഭാഗമായി പോലീസ് രാഹുലിന്റെ മുറിയുടെ സ്പെയർ കീ പിടിച്ചെടുത്തു. വിവരം ചോർത്തി നൽകാതിരിക്കാൻ റിസപ്ഷനിസ്റ്റിന്റെ ഫോൺ ഉൾപ്പെടെ പിടിച്ചെടുത്ത ശേഷമാണ് പോലീസ് രാഹുലിന്റെ കസ്റ്റഡിയിലേക്ക് നീങ്ങിയത്. തുടക്കത്തിൽ കസ്റ്റഡിയെ എതിർക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചിരുന്നെങ്കിലും ഒടുവിൽ വഴങ്ങി. 15 മിനിറ്റിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ പോലീസ് സംഘം രാഹുലുമായി പത്തനംതിട്ടയിലേക്ക് തിരിച്ചു. കുഞ്ഞ് വേണമെന്ന് നിർബന്ധിച്ചെന്നും ഗർഭിണിയായതോടെ ബന്ധം ഉപേക്ഷിച്ചെന്നുമാണ് പരാതിയിലുള്ളത്. യുവതിയിൽ നിന്ന് നിരന്തരം പണം വാങ്ങിയെന്നും സാമ്പത്തിക ചൂഷണം ചെയ്തെന്നും പരാതിയിലുണ്ടെന്നാണ് സൂചന. മുഖ്യമന്ത്രിക്ക് ഇമെയിൽ വഴിയാണ് പത്തനംതിട്ട സ്വദേശിയായ യുവതി പരാതി നൽകിയത്. ഈ പരാതിയാണ് SITക്ക് കൈമാറിയത്. ഭ്രൂണഹത്യയ്ക്ക് ശേഷമുള്ള മെഡിക്കൽ രേഖകളും സാമ്പിളും തെളിവായി പരാതിക്കാരി കൈമാറി. ആദ്യ 2 പീഡന പരാതിക്ക് പിന്നാലെ രാഹുൽ മുങ്ങിയതിനാൽ മൂന്നാമത്തെ പരാതിയിൽ അതീവ രഹസ്യമായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ. ഒരാഴ്ചയ്ക്ക് മുൻപ് G പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള SIT സംഘമാണ് മൂന്നാമത്തെ പരാതിയിൽ അന്വേഷണം നടത്തിയത്. ഷൊർണൂർ ഡിവൈഎസ്പി എൻ മുരളീധരന് രാഹുലിനെ കസ്റ്റഡിയിലെടുക്കാൻ മാത്രമായിരുന്നു നിർദ്ദേശം. പത്തനംതിട്ട AR ക്യാമ്പിലെത്തിച്ച രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഉടൻ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.